കാരണം ഇത് പ്രളയ ദുരന്തത്തിൽ നിന്നുണ്ടായ ഒരു തട്ടിപ്പ് കൂടിയാണ് എന്ന് കാണും. നാട് അഭിമുഖീകരിക്കുന്ന ദുരന്തങ്ങളെ പണം തട്ടാനുള്ള പരിപാടിയാക്കി മാറ്റുകയാണ് വി.ഡി. സതീശന്റെ നേതൃത്വത്തിൽ കേരളത്തിൽ കോൺഗ്രസ് കഴിഞ്ഞ കാലങ്ങളിൽ സ്വീകരിച്ചിട്ടുള്ളത്. അത് ഈ നാട്ടിലെ ജനങ്ങളോട് തുറന്നു പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ ഇനിയും അത് തുറന്നു പറയും. പുനർജനി പദ്ധതി ഇങ്ങനെ ക്ലീൻ ചീറ്റ് കൊടുത്ത് അവസാനിപ്പിക്കാൻ ഞങ്ങൾ അനുവദിക്കില്ല. അതിന് നിയമപരമായ വശങ്ങൾ ഞങ്ങൾ പരിശോധിക്കും. അതിനാവശ്യമായ നടപടികളുമായി മുമ്പോട്ട് പോകും. അതിനോടൊപ്പം തന്നെ ജനങ്ങളോട് ഈ കാര്യങ്ങൾ വിശദീകരിക്കാൻ ആവശ്യമായ പ്രവർത്തനങ്ങളുമായി മുമ്പോട്ട് പോകുന്ന സമീപനം സ്വീകരിക്കും എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസമാണ് കേരളത്തിൻ്റെ ആഭ്യന്തരമന്ത്രി വിജിലൻസ് വിസിൽ എന്ന ഒരു പദ്ധതി പ്രഖ്യാപിച്ചത്. ആ പദ്ധതി പ്രഖ്യാപിച്ചുകൊണ്ട് അദ്ദേഹം കേരളത്തോട് പറഞ്ഞത് അഴിമതി വിമുക്തമായ കേരളത്തെ നിർമ്മിച്ചെടുക്കുക എന്നുള്ളതാണ് ഈ പദ്ധതിയുടെ ഉദ്ദേശം എന്നുള്ളതാണ്. എന്നാൽ ആ പദ്ധതിയുടെ പ്രഖ്യാപനം നടത്തിയതിൻ്റെ പിറ്റേ ദിവസം അതേ ആഭ്യന്തര വകുപ്പ് മന്ത്രി തന്നെ കേരളത്തിൻ്റെ ജനങ്ങളോട് പറഞ്ഞ ഒരു കാര്യം, 2018 പ്രളയത്തെ തുടർന്ന് പറവൂർ കേന്ദ്രീകരിച്ചുണ്ടായിരുന്ന പുനർജനി തട്ടിപ്പുമായി ബന്ധപ്പെട്ടുള്ള കേസിൽ ഇന്നത്തെ മുഖ്യമന്ത്രി വി.ഡി. സതീശന് ക്ലീൻ ചീറ്റ് നൽകുന്നു എന്ന പ്രഖ്യാപനമാണ് നടത്തിയത്. അസാധാരണമായ ഒരു പ്രഖ്യാപനമാണ് നടത്തിയത് എന്നുള്ളത് നിങ്ങളെല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടാകും. നാളിതുവരെയുള്ള കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഒരു മുഖ്യമന്ത്രി, ഒരു ഭരണാധികാരി തനിക്കെതിരെ ഉയർന്നു വന്ന ആരോപണത്തെ സംബന്ധിച്ച് തൻ്റെ തന്നെ മന്ത്രിസഭയിലെ മറ്റൊരു മന്ത്രിയെ കൊണ്ട് ക്ലീൻ ചീറ്റ് നൽകിയതായി പ്രഖ്യാപിച്ച ചരിത്രം ഈ കേരളത്തിലില്ല. പല മുഖ്യമന്ത്രിമാർക്കും ഭരണാധികാരികൾക്കും നേരത്തെ ആരോപണങ്ങൾ വന്നിട്ടുണ്ട്, കേസുകൾ ഉണ്ടായിട്ടുണ്ട്. കെ കരുണാകരൻ ഉൾപ്പെടെ, ഉമ്മൻചാണ്ടി ഉൾപ്പെടെയുള്ള മുഖ്യമന്ത്രിമാരുടെ സ്ഥിതി നമ്മുടെ മുമ്പിലുണ്ട്. അവരെല്ലാം ബന്ധപ്പെട്ട ഏജൻസികൾ പരിശോധിക്കട്ടെ, കോടതി അതിനകത്ത് ഒരു ഉത്തരം പറയട്ടെ എന്ന സമീപനമാണ് സ്വീകരിച്ചിരുന്നതെങ്കിൽ 70 ദിവസം മാത്രം പ്രായമുള്ള കേരളത്തിലെ വി.ഡി. സതീശൻ സർക്കാർ സ്വന്തം മന്ത്രിസഭയിലെ മന്ത്രിയെ കൊണ്ട് തനിക്ക് നേരെയുള്ള കേസിന് ക്ലീൻ ചീറ്റ് നൽകിയതായി കേരളത്തോട് പ്രഖ്യാപിച്ചിരിക്കുന്ന അസാധാരണമായ ഒരു സാഹചര്യമാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത്. ഇതാണ് അധികാര ദുർവിനിയോഗം എന്നതുകൊണ്ട് കാണാൻ കഴിയുന്നത്. വളരെ വ്യക്തമായ അധികാര ദുർവിനിയോഗമാണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി നടത്തിയിട്ടുള്ളത് എന്നുള്ളതാണ് ഇതിൽ നിന്ന് കാണിക്കുന്നത് എന്ന് കാണാൻ കഴിയും. ഇപ്പോൾ നേരത്തെ തന്നെ ഇതേ വിജിലൻസ് തന്നെ പരിശോധിച്ച് CBI ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട്, അല്ലെങ്കിൽ കേന്ദ്ര ഏജൻസി ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പരിശോധന വേണം എന്ന നിഗമനത്തിലെത്തിയ കേസാണ് 70 ദിവസത്തെ പ്രായമുള്ള ഒരു സർക്കാർ മാറ്റിമറിക്കുന്നത് എന്നുള്ളത് കാണണം. പുനർജനിയുമായി ബന്ധപ്പെട്ടുള്ള തട്ടിപ്പ് പല ഘട്ടങ്ങളിൽ നമ്മളിവിടെ ചർച്ച ചെയ്തിട്ടുള്ള വിഷയമാണ്. 2018 പ്രളയത്തെ തുടർന്നാണ് പ്രളയം ഏറ്റവും കൂടുതൽ ബാധിച്ചിട്ടുള്ള പറവൂരിനകത്ത് ദുരിതബാധിതരെ സഹായിക്കാൻ എന്ന നിലയിൽ അന്ന് MLA കൂടിയായിട്ടുള്ള, പറവൂരിൻ്റെ MLA കൂടിയായിട്ടുള്ള ഇന്നത്തെ മുഖ്യമന്ത്രി വി.ഡി. സതീശൻ്റെ നേതൃത്വത്തിൽ പുനർജനി പോലുള്ള പദ്ധതികൾ പ്രഖ്യാപിക്കുന്നു. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉയർന്നു വന്ന പ്രധാനപ്പെട്ട ആക്ഷേപം വിദേശത്ത് പോയി ഫണ്ട് സമാഹരിച്ചു എന്നുള്ളതാണ്. FCRAയുടെ നിയമലംഘനമുണ്ടായിരിക്കുന്നു എന്ന ഗൗരവപ്പെട്ട ആരോപണമാണ് ഉയർന്നു വന്നത്. പിന്നീട് അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള തെളിവുകൾ പുറത്തു വരുന്നത് നമ്മൾ കണ്ടു. ബർമിംഗ്ഹാമിൽ പോയി അന്ന് വി.ഡി. സതീശൻ സംസാരിക്കുന്നതിൻ്റെ വീഡിയോ തെളിവ് നിയമസഭയുടെ മേശപ്പുറത്ത് വയ്ക്കുന്ന സ്ഥിതിവിശേഷം നമുക്കുണ്ടായി. അപ്പോൾ അദ്ദേഹം വിദേശത്ത് പോയി എന്നും വിദേശത്ത് പോയി പണം സ്വരൂപിക്കാൻ ഇടപെട്ടു എന്നതിനുള്ളതിന് വളരെ വ്യക്തമായ തെളിവുകൾ നമ്മുടെ മുമ്പാകെ വന്നിരിക്കുന്നു എന്നുള്ളതാണ് സ്ഥിതിവിശേഷം. അങ്ങനെ വന്ന ഒരു കേസിൽ, അങ്ങനെ വിദേശത്ത് പോയി പണം സമാഹരിച്ചതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യത്തിനകത്ത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ അനുവാദം വാങ്ങാതെയാണ് പോയിട്ടുള്ളത് എന്നുകൂടി വ്യക്തമാക്കപ്പെട്ട സ്ഥിതിക്ക് ആ കേസ് പരിശോധിക്കാൻ സ്വാഭാവികമായും ഒരു കേന്ദ്ര ഏജൻസിയുടെ സഹായം വേണ്ടിവരുമെന്നുള്ളത് എല്ലാവർക്കും ബോധ്യമുള്ള കാര്യമാണ്. കേരളത്തിൻ്റെ വിജിലൻസിൻ്റെ പരിശോധനയുടെ പരിധിക്കകത്ത് മാത്രം നിൽക്കുന്ന ഒരു കേസല്ല. ആ കേസിനെ സംബന്ധിച്ച്, അല്ലെങ്കിൽ ഉയർന്നു വന്ന ആരോപണത്തെ സംബന്ധിച്ച് വ്യക്തത വന്ന് അദ്ദേഹം കുറ്റക്കാരൻ അല്ലെങ്കിൽ കുറ്റക്കാരനല്ല എന്ന് തെളിയിക്കാൻ, അല്ലെങ്കിൽ കുറ്റം ചെയ്തിട്ടുണ്ട് എന്ന നിഗമനത്തിലേക്ക് എത്താൻ ഒരു കേന്ദ്ര ഏജൻസിയുടെ അന്വേഷണം അനിവാര്യമാണ് എന്നുള്ളതാണ് ആ കേസിൻ്റെ സ്വഭാവം തന്നെ വ്യക്തമാക്കുന്നത് എന്ന് കാണാൻ കഴിയും. എന്നാൽ അങ്ങനെയുള്ള ഒരു കേസിനകത്താണ് അധികാരത്തിൽ വന്ന് 70 ദിവസം കൊണ്ട് വിജിലൻസിൻ്റെ മുൻ റിപ്പോർട്ടിനെ മാറ്റിക്കൊണ്ട് ഇപ്പോൾ ക്ലീൻ ചീറ്റ് കൊടുത്തതായി ആഭ്യന്തരമന്ത്രി പ്രഖ്യാപിക്കുന്നത് എന്ന് കാണും. എന്തോ ഒളിക്കാനുണ്ട് എന്നുള്ളത് വ്യക്തമാണ്.
നേരത്തെ വിജിലൻസിന്റെ റിപ്പോർട്ട് വന്ന് CBI അന്വേഷണത്തിലേക്ക് പോകുന്ന ഘട്ടത്തിൽ കേരളത്തിലെ എല്ലായിടത്തും വെച്ച ബോർഡ് ഞാൻ ഭയപ്പെട്ടു എന്ന് പറഞ്ഞ കേട്ടോ എന്നായിരുന്നു VD സതീശന്റെ പടം വച്ചിട്ട് വച്ചത്. പക്ഷേ 70 ദിവസക്കാലം കൊണ്ട് ഈ കാണിക്കുന്ന തത്രപ്പാടിൽ നിന്നും മലയാളിക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം മുഖ്യമന്ത്രി ഭയപ്പെടുന്നുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ടാണ് അധികാര ദുർവിനിയോഗം നടത്തി ഈ കേസ് അട്ടിമറിക്കാൻ ആവശ്യമായ സമീപനം സ്വീകരിച്ചിട്ടുള്ളത് എന്നാണ് കാണുന്നത്. ഇവിടെ വിദേശത്ത് പോയി ഫണ്ട് സമാഹരിച്ചു എന്നതിൻ്റെ തെളിവ് വന്നതുപോലെ തന്നെ അങ്ങനെ വിവിധ രാജ്യങ്ങളിൽ പോയി സമാഹരിച്ച ഫണ്ട് ഇവിടെ കേരളത്തിലേക്ക് എത്തിയിട്ടുണ്ട് എന്നുള്ളതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിവരങ്ങളും പുറത്തു വരുന്നുണ്ട്. മണപ്പുറം ഫൗണ്ടേഷനുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ആ വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. അപ്പോൾ എത്ര രൂപ വിദേശ രാജ്യങ്ങളിൽ നിന്നും സമാഹരിച്ചു, എത്ര തുകയാണ് സമാഹരിച്ചത്, ആ തുക സമാഹരിച്ച തുക മുഴുവൻ കേരളത്തിലിവിടെ എത്തിച്ചേർന്നിട്ടുണ്ടോ, എത്തിയ തുക എന്തെല്ലാം കാര്യങ്ങളാണ് ചെലവഴിച്ചത് തുടങ്ങിയ കാര്യങ്ങൾക്ക് വ്യക്തത കേരളത്തിന് വേണം. ആരാണ് മലപ്പുറം ഫൗണ്ടേഷന്റെ പിന്നിൽ, അതിന് VD സതീശനും അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കൾക്കും എന്തു ബന്ധമാണുള്ളത്, അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വ്യക്തത നമ്മുടെ സമൂഹത്തിൽ വരേണ്ടതുണ്ട്. അതുപോലെ തന്നെ ചെലവഴിച്ച തുകയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇവിടെ അദ്ദേഹം തന്നെ അല്ലെങ്കിൽ കോൺഗ്രസ്സുകാർ തന്നെ അവകാശപ്പെട്ടിരുന്നത് 219 വീടുകൾ നിർമ്മിച്ചു നൽകി എന്നുള്ളതാണ്. മറ്റു ചില കാര്യങ്ങളും നൽകി എന്നുള്ളത് അദ്ദേഹം പറയുന്നുണ്ട്. ഒന്നും നൽകിയില്ല എന്ന ആക്ഷേപം ഞാൻ ഉന്നയിക്കുന്നില്ല. ഞങ്ങൾ അന്ന് തന്നെ ഉന്നയിച്ച ആക്ഷേപം ഏതാണ് 219 വീട്? നിങ്ങൾ കേരളത്തിലെ എല്ലാവരെയും ബോധ്യപ്പെടുത്തേണ്ട കാര്യമില്ല, പറവൂരിലെ ജനങ്ങളെ ബോധ്യപ്പെടുത്തും. ആ 219 വീടുകളുടെ അഡ്രസ് ഒന്ന് പബ്ലിഷ് ചെയ്യൂ, നമ്മൾ ആവശ്യപ്പെട്ടതാണ്. എന്നാൽ നാളിതുവരെ ആ കാര്യം പുറത്തു പറയാൻ തയ്യാറായിട്ടില്ല. പുറത്തു വന്ന വിവരം അനുസരിച്ച് ആകെ 19 വീടുകളാണ് നിർമ്മിച്ചിട്ടുള്ളത്. അതാകട്ടെ വിവിധ ഏജൻസികൾ വഴി നിർമ്മിച്ച വീടുകളാണ് എന്നുള്ളതും കാണാൻ കഴിയും. ഇവിടെ ഇപ്പോൾ റീബിൽഡ് കേരളയിൽ നിന്നും പണം കിട്ടിയ ആളുകളുടെ വീടുകൾക്കകത്ത് പോലും പുനർജനി എന്ന ലേബൽ പതിക്കുന്ന ശ്രമം ഉണ്ടായത് നമ്മൾ നേരത്തെ കണ്ടതാണ്. സഹകരണ സംഘം നിർമ്മിച്ചിട്ടുള്ള ഹോം കെയർ പദ്ധതിക്കകത്ത് അങ്ങനെ വീട് കിട്ടിയ ആളുകൾ പോലും അതിൽ പുനർജനി പദ്ധതി പ്രകാരമാണ് എന്ന് അവകാശപ്പെടുന്ന വാദം നമ്മൾ നേരത്തെ കണ്ടതാണ്. അതുപോലെ ഇവിടുത്തെ വിവിധങ്ങളായിട്ടുള്ള ഏജൻസികളും വിവിധങ്ങളായിട്ടുള്ള സ്ഥാപനങ്ങളുണ്ട്. ആസ്ട്രോ പോലെയുള്ള, വിഗാർഡ് പോലെയുള്ള നിരവധിയായ സ്ഥാപനങ്ങൾ, അവരെല്ലാം നൽകിയിട്ടുള്ള പദ്ധതികളിൽ പെടുത്തിയത് ഇങ്ങനെ വിദേശത്ത് നിന്ന് പണം സമാഹരിച്ച് ഉണ്ടാക്കിയതാണ് എന്ന നിലയിലേക്ക് അക്കൗണ്ട് ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ അന്ന് ഗൗരവപ്പെട്ട വിമർശനം ഉയർന്നു വന്നപ്പോൾ പല വീടുകളുടെയും ആ പുനർജനി എന്ന ബോർഡ് മാറ്റുന്ന നിലയാണ് സ്വീകരിച്ചിട്ടുള്ളത്. ഇതുവരെ 219 വീടുകൾ ഏതാണ് എന്ന് വ്യക്തമാക്കാൻ ആവശ്യമായ ഒരു സമീപനം തയ്യാറായിട്ടില്ല എന്നുള്ളതാണ്. അങ്ങനെ ഗൗരവമേറിയ ആക്ഷേപങ്ങൾ ഉയർന്നു വന്ന, ഗൗരവമേറിയ പ്രശ്നങ്ങൾ നിലനിൽക്കുന്ന ഒന്നാണ് പുനർജനി തട്ടിപ്പ് കേസ് എന്നുള്ളത് കാണാൻ കഴിയും. അതങ്ങനെ തേച്ചുമാച്ച് കളയുന്ന ഒരു സമീപനം സ്വീകരിക്കപ്പെടാവുന്നത്, അംഗീകരിക്കപ്പെടാൻ കഴിയുന്നതല്ല. അതിനെ നിയമപരമായി നേരിടേണ്ടതിന് ആവശ്യമായ സമീപനങ്ങൾ സ്വീകരിക്കും. ഒപ്പം തന്നെ അതിൻ്റെ ഇത്തരം തട്ടിപ്പ് വശങ്ങളെ സംബന്ധിച്ച് ജനങ്ങളോട് തുറന്നു പറയുന്ന പ്രവർത്തനങ്ങൾ ഞങ്ങൾ തുടർന്ന് മുമ്പോട്ട് കൊണ്ടുപോകാൻ ആവശ്യമായ സമീപനം എടുക്കും. ഇത് കേരളം പോലുള്ള ഒരു സംസ്ഥാനത്തിന് ചേർന്ന ഒന്നല്ല എന്ന് കാണണം. ഒരു ഭരണാധികാരി അദ്ദേഹത്തിന് നേരെ ഉയർന്നു വന്ന ഒരു കേസ് നിലനിൽക്കുമ്പോൾ അത് നിയമപരമായ പരിശോധനയ്ക്ക് വിധേയമാക്കപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ ആ പരിശോധന കുറെ കൂടി ഉയർന്ന രൂപത്തിൽ നടക്കേണ്ടതുണ്ട് എന്ന നിർദ്ദേശം തന്നെ മുന്നിൽ നിൽക്കുമ്പോൾ അതിനെയെല്ലാം അട്ടിമറിക്കാൻ വേണ്ടി തൻ്റെ മന്ത്രിസഭയിലെ മറ്റൊരു മന്ത്രിയെ കൊണ്ട് പ്രഖ്യാപനം നടത്തി ക്ലീൻ ചീറ്റ് കൊടുക്കുന്നത് ഒരു വിചിത്രമായ രീതിയാണ്. അത് അംഗീകരിക്കപ്പെടാൻ കഴിയില്ല. നിങ്ങൾ മാധ്യമപ്രവർത്തകരും ജനങ്ങളും ശ്രദ്ധിച്ചിട്ടുണ്ടാകും. നാളിതുവരെ ഇത്തരത്തിലുള്ള വിജിലൻസിന്റെ റിപ്പോർട്ടുകൾ എന്തെങ്കിലും വന്നാൽ അതിലെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ ബഹുമാനപ്പെട്ട കോടതിക്കകത്ത് സമർപ്പിച്ചു എന്ന വാർത്ത നിങ്ങൾ കൊടുക്കുമ്പോഴാണ് കേരളത്തിന്റെ ജനങ്ങൾ അറിഞ്ഞിരുന്നത്. എന്നാൽ അതിൽ നിന്നും വ്യത്യസ്തമായിട്ടാണ് ആഭ്യന്തരമന്ത്രി തന്നെ ക്ലീൻ ചീറ്റ് കൊടുത്തു എന്ന് പറഞ്ഞാൽ ഇനി അതിനെ സംബന്ധിച്ച് മറ്റൊരു കാര്യവും പറയാനില്ലാത്ത രൂപത്തിലേക്കാണ് അത് പറഞ്ഞു വച്ചിട്ടുള്ളത്. ഇത് തെറ്റാണ്, അധികാര ദുർവിനിയോഗമാണ്, കേരളത്തിന് അംഗീകരിക്കപ്പെടാൻ കഴിയുന്ന കാര്യമല്ല എന്നുള്ളതാണ് ചൂണ്ടിക്കാണിക്കുക. തീർച്ചയായും ഇത് ജനങ്ങളോട് വിശദീകരിക്കുക. ഇന്നലെ തന്നെ അവിടെ ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ ഈ കാര്യം ഉയർന്നു വന്നപ്പോൾ തന്നെ പറവൂർ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള പരിപാടികൾ നമ്മൾ എടുത്തിരുന്നു. ഇത് ഞങ്ങൾ ഇന്നെടുക്കുന്ന പരിപാടിയല്ല. ഇതുണ്ടായ കാലം മുതൽ CPM-ഉം ഇടതുപക്ഷവും അതുപോലെ ഡിവൈഎഫ്ഐ പോലുള്ള പ്രസ്ഥാനങ്ങൾ ഉയർത്തിക്കൊണ്ടുവന്നിട്ടുള്ള പ്രശ്നമാണ്. കാരണം ഇത് പ്രളയ ദുരന്തത്തിൽ നിന്നുണ്ടായ ഒരു തട്ടിപ്പ് കൂടിയാണ് എന്ന് കാണും. ഇപ്പം നമ്മുടെ നാട് ഓരോ വർഷവും പ്രളയത്തിലോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ദുരന്തത്തിലോ അകപ്പെടുന്ന ഒരു നാടാണ്. ഇപ്പം നമുക്ക് ഇന്ന് എറണാകുളം ജില്ല ഉൾപ്പെടെ സ്കൂളുകൾക്ക് ഉൾപ്പെടെ അവധിയാണ്. കടുത്ത മഴയുണ്ടാകുമെന്ന് പറഞ്ഞ് 6-7 ജില്ലകൾക്ക് ഇന്ന് അവധിയുള്ള ദിവസം കൂടിയാണ്. അപ്പോൾ എപ്പോഴാണ് ദുരന്തം ഉണ്ടാകുന്നത് എന്ന് പറയാൻ കഴിയാത്ത ഒരവസ്ഥയിലാണ് കേരളം പോകുന്നത്.
അപ്പോൾ ദുരന്തം ഉണ്ടാകുന്നത് ഇത്തരത്തിൽ പണം തട്ടിക്കാനുള്ള ഒരു അവസരമായിട്ടാണ് ഇപ്പോൾ കോൺഗ്രസ് എടുക്കുന്നത് എന്നുള്ളത് കാണാൻ കഴിയും. അത് ജനങ്ങൾ നന്നാവണ്ണം ചർച്ച ചെയ്യേണ്ടതാണ്. ഇപ്പോൾ വയനാട് കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മുടെ മുമ്പിലുണ്ട്. വയനാടിന്റെ കണക്കുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിങ്ങൾ മാധ്യമങ്ങൾ ഉൾപ്പെടെ നമ്മുടെ കേരളീയ സമൂഹം ശക്തമായ വിമർശനങ്ങളും ചോദ്യങ്ങളും ഉയർത്തിയിട്ടുണ്ടായിരുന്നു. അന്ന് വി ഡി സതീശന്റെ മറുപടി, ഞങ്ങൾ പിരിച്ച തുക വി ഡി സതീശന്റെയും KPCC പ്രസിഡന്റിന്റെയും ജോയിന്റ് അക്കൗണ്ടിൽ നിക്ഷേപിച്ചിട്ടുണ്ട് എന്നുള്ളതായിരുന്നു. ആപ്പ് വഴി വയനാടിന് വേണ്ടി സമാഹരിച്ച പണം എത്ര കോടിയായിരുന്നു എന്നുള്ളത് വ്യക്തതയോടെ ഇപ്പോഴും നമ്മുടെ മുമ്പിലില്ല. പക്ഷെ അവസാനം ആപ്പ് കണ്ടവർ പറഞ്ഞത് ഏതാണ്ട് 19 കോടിയിലേറെ തുക പിരിച്ചിട്ടുണ്ട് എന്ന് ആപ്പ് വഴി മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു എന്നാണ് പറഞ്ഞത്. എന്നാൽ ഇവിടെ കണക്ക് വെച്ചപ്പോൾ 5 കോടിയാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ പ്രകൃതി ദുരന്തങ്ങളെ, നാട് അഭിമുഖീകരിക്കുന്ന ദുരന്തങ്ങളെ പണം തട്ടാനുള്ള പരിപാടിയാക്കി മാറ്റുകയാണ് വി ഡി സതീശന്റെ നേതൃത്വത്തിൽ കേരളത്തിൽ കോൺഗ്രസ് കഴിഞ്ഞ കാലങ്ങളിൽ സ്വീകരിച്ചിട്ടുള്ളത്. അത് ഈ നാട്ടിലെ ജനങ്ങളോട് തുറന്നു പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ ഇനിയും അത് തുറന്നു പറയും. പുനർജനി പദ്ധതി ഇങ്ങനെ ക്ലീൻ ചീറ്റ് കൊടുത്ത് അവസാനിപ്പിക്കാൻ ഞങ്ങൾ അനുവദിക്കില്ല. അതിന് നിയമപരമായ വശങ്ങൾ ഞങ്ങൾ പരിശോധിക്കും. അതിനാവശ്യമായ നടപടികളുമായി മുമ്പോട്ട് പോകും. അതിനോടൊപ്പം തന്നെ ജനങ്ങളോട് ഈ കാര്യങ്ങൾ വിശദീകരിക്കാൻ ആവശ്യമായ പ്രവർത്തനങ്ങളുമായി മുമ്പോട്ട് പോകുന്ന സമീപനം സ്വീകരിക്കും എന്നുള്ളതാണ്. അല്ല, കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത്, കഴിഞ്ഞ സർക്കാർ മാത്രമല്ല, കഴിഞ്ഞ 10 വർഷക്കാലത്തിൽ ഉള്ള ഇടതുപക്ഷ സർക്കാർ ഒരു കേസും രാഷ്ട്രീയ പകപോക്കലിന് വേണ്ടി ഉപയോഗിച്ചിട്ടില്ല. ഒരു കേസും ഉപയോഗിച്ചിട്ടില്ല. ഏത് കേസ് വന്നാലും അത് അന്വേഷിക്കേണ്ട, നമ്മുടെ പരിധിയിൽ നിൽക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഏജൻസി അന്വേഷിക്കുകയും അവരുടെ നിഗമനങ്ങളുടെ അടിസ്ഥാനത്തിൽ തുടർ അന്വേഷണങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ അത്തരം കാര്യങ്ങളിലേക്ക് പോകാൻ ആവശ്യമായ കാര്യമാണ് എടുത്തിട്ടുള്ളത്. ഇവിടെ വി ഡി സതീശനുമായി ബന്ധപ്പെട്ടുള്ള കേസ് പരിശോധിച്ച് അതിന് ഒരു ധൃതി കൂട്ടുന്ന സമീപനവും ഇടതുപക്ഷ ഗവൺമെന്റ് സ്വീകരിച്ചിരുന്നില്ല. അല്ലെങ്കിൽ ഗവൺമെന്റ് ഇടപെട്ടു എന്ന ഒരാക്ഷേപം ഉണ്ടാക്കുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായില്ല. അതിന്റെ സ്വാഭാവികമായ പരിശോധനയുടെ സമയമെടുത്തിട്ടുണ്ട്. ആ പരിശോധന വിജിലൻസ് സമർപ്പിച്ചിട്ടുണ്ട്. സമർപ്പിച്ചു കഴിഞ്ഞപ്പോഴും കേരളത്തിലെ ഒരു പ്രധാനപ്പെട്ട രാഷ്ട്രീയ നേതാവിനെതിരെ കോൺഗ്രസ് പഴയ കാലത്ത് ചെയ്ത പോലെ ഓടിപ്പിടിച്ചൊരു സമീപനം എടുക്കുകയല്ല ഞങ്ങൾ ചെയ്തത്. കോൺഗ്രസ് ചെയ്ത സമീപനം നമ്മുടെ മുമ്പിലുണ്ടല്ലോ. അവസാന മന്ത്രിസഭ പോകുന്ന സമയത്ത് കേസ് CBIക്ക് വിട്ടിട്ടാണല്ലോ ലാവ്ലിൻ കേസ് CBIക്ക് വിടുന്ന സമയം. അങ്ങനെ ഒരു സമീപനം അല്ല എടുത്തത്. വിജിലൻസിന്റെ എൻക്വയറി വന്നു കഴിഞ്ഞപ്പോൾ സ്വാഭാവികമായിട്ടും ഗവൺമെന്റിന് ആ കാര്യത്തിൽ ചില കാര്യങ്ങളിൽ ക്ലാരിറ്റി വരുത്തേണ്ടതുണ്ടായിരുന്നു. സ്പീക്കറുടെ മുമ്പാകെ വന്നു കഴിഞ്ഞപ്പോൾ സ്പീക്കർക്ക് ആ കാര്യങ്ങളിൽ ക്ലാരിറ്റി വരുത്തേണ്ടതുണ്ടായിരുന്നു. അങ്ങനെ വരുത്തി ക്ലിയർ ആക്കിയതിന് ശേഷവും വിജിലൻസിന്റെ നിർദ്ദേശം എന്താണ്? നിർദ്ദേശം എന്നുള്ളത് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് CBIയുടെ അന്വേഷണത്തിലേക്ക് പോകണമെന്നാണ്. CBI ഇപ്പം എല്ലാമാണ്, കേന്ദ്ര ഏജൻസി എല്ലാമാണെന്നൊന്നും ഞങ്ങൾ വിശ്വസിക്കുന്നില്ല. CBIയും കേന്ദ്ര ഏജൻസികളെല്ലാം കൂട്ടിലടക്കപ്പെട്ട തത്തയാണ് എന്ന് വിശേഷിപ്പിച്ചത് ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയാണ് എന്ന് നമുക്കറിയാം. അത് കോൺഗ്രസ് ഭരിക്കുന്ന കാലത്തും BJP ഭരിക്കുന്ന കാലത്തും അങ്ങനെ തന്നെയാണ്. പക്ഷെ ഈ കേസിന്റെ സ്വഭാവം നോക്കൂ. വിദേശത്ത് വച്ച് പണം സമാഹരിച്ചു എന്നുള്ളതിന്റെ തെളിവ് വന്നിരിക്കുന്നു. ആ തെളിവ് നിയമസഭയുടെ മുമ്പാകെ വെച്ചിരിക്കുന്നു. ആ തെളിവ് അദ്ദേഹം നിഷേധിക്കുകയും ചെയ്തിട്ടില്ല. ഞാൻ പോയിട്ടുണ്ട്, പിരിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിന്റെ കണക്കുകളെ സംബന്ധിച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ സോഷ്യൽ ഓഡിറ്റ് നടത്തി കണക്ക് വയ്ക്കുമെന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഇതേവരെ സോഷ്യൽ ഓഡിറ്റ് നടത്തി കണക്ക് വയ്ക്കുകയും ചെയ്തിട്ടില്ല. അപ്പൊ ഈ കേസിന്റെ സ്വഭാവം അനുസരിച്ച് വിജിലൻസ് കൂടി പറയുന്നു അത് തുടർ അന്വേഷണമാണ് വേണ്ടത്. ഇത് അവസാനിപ്പിക്കാൻ കഴിയില്ല. ക്ലീൻ ചീറ്റ് കൊടുക്കാൻ വിജിലൻസിന് കഴിയില്ല. തുടർ അന്വേഷണം വേണം എന്ന് കഴിഞ്ഞു. ആ തുടർ അന്വേഷണം വേണമെന്ന റിപ്പോർട്ടിനെ സ്വീകരിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഗവൺമെന്റ് എന്നുള്ളത് ഒരു തുടർച്ചയാണ്. ഗവൺമെന്റ് എന്നുള്ളൊരു തുടർച്ചയാണ്. ഞാനതാണ് പറഞ്ഞത്. ഇങ്ങനെ ഒരു വളരെ ക്ലാരിറ്റിയോടുകൂടി ഈ കേസിന്റെ സ്വഭാവം വെച്ചുകൊണ്ട് വിജിലൻസ് പോലെയുള്ള ഒരു സംവിധാനം ഇതിന്റെ തുടർ അന്വേഷണത്തിലൂടെയാണ്, ഈ അദ്ദേഹം കുറ്റക്കാരനല്ലെങ്കിൽ കുറ്റക്കാരനല്ല എന്ന നിഗമനത്തിലേക്ക് എത്താൻ കഴിയുക തുടർ അന്വേഷണത്തിലൂടെയാണ് എന്ന് വിജിലൻസ് ഉൾപ്പെടെ കൃത്യമായി പറഞ്ഞിരിക്കുമ്പോൾ, ഒരു ഗവൺമെന്റ് തുടർച്ചയാണ് എന്ന് നിലനിൽക്കുമ്പോൾ കേരളത്തിൽ ഉയർത്തിപ്പിടിക്കുന്ന രാഷ്ട്രീയ ധാർമ്മികത ഈ മുഖ്യമന്ത്രിക്കുണ്ടെങ്കിൽ അദ്ദേഹത്തിന് നേരെ ഉയർന്നു വന്ന ഒരു കേസെന്ന നിലയിൽ ഇതിന്റെ തുടരന്വേഷണം നടക്കണം. ബാക്കി കൂടി ക്ലാരിറ്റി വരുത്തണം. ഞാൻ കുറ്റക്കാരനല്ല എന്നുള്ളത് നിയമപരമായ പരിശോധനയിലൂടെ വെളിവാക്കപ്പെടണം. അതല്ലാതെ 70 ദിവസം പ്രായമായ എൻ്റെ ഗവൺമെന്റിന്റെ ആഭ്യന്തരമന്ത്രിയെ കൊണ്ട് പ്രഖ്യാപിച്ചിട്ടല്ല ചെയ്യേണ്ടത് എന്ന തീരുമാനമാണ് എടുക്കേണ്ടത്. ഞങ്ങൾക്കതിനകത്ത് രാഷ്ട്രീയമായ മറ്റൊരു ഉദ്ദേശവും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ആ കേസിന്റെ പരിശോധന ഘട്ടത്തിൽ ഇടപെട്ടിട്ടില്ല. ആ കേസിന്റെ നിഗമനങ്ങളിൽ ഇടപെട്ടിട്ടില്ല. ഞങ്ങൾ സ്വാഭാവികമായും പ്രതീക്ഷിക്കുന്നത് ഈ കേസിന്റെ സ്വഭാവം വെച്ച് വിജിലൻസിന് അവസാനിപ്പിക്കപ്പെടാൻ കഴിയുന്ന ഒരു കേസല്ല ഇത്. അതിന് കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം ആവശ്യമാണ്. അത് കേരളത്തിൽ ഏത് ഗവൺമെന്റ് വന്നാലും അത് തന്നെ സ്വീകരിക്കുകയുള്ളൂ. രാജ്യത്തെ നിയമങ്ങളോട് ബഹുമാനമുള്ള, ഭരണഘടനയോടും നിയമ സംവിധാനങ്ങളോടും ബഹുമാനമുള്ള, രാഷ്ട്രീയ ധാർമ്മികത പുലർത്തുന്ന ഏതൊരു ഗവൺമെന്റിനും ആ ഒരു സമീപനമേ സ്വീകരിക്കാൻ കഴിയൂ എന്നാണ് ഞങ്ങൾ കരുതുന്നത്. അതിൽ നിന്ന് വിരുദ്ധമായ സമീപനം വന്നാൽ പിന്നെ 2 മാർഗ്ഗമേ ഞങ്ങളുടെ മുമ്പിലുള്ളൂ. അത് നിയമപരമായി ചോദ്യം ചെയ്യുക, അത് ജനങ്ങളുടെ മുമ്പാകെ തുറന്നു കാണിക്കുക. ആ കാര്യം ഞങ്ങൾ ചെയ്യും.
അല്ല, അത് നിയമ പണ്ഡിതന്മാർ കൂടി ആലോചിച്ചതിന് ശേഷം അതിന്റെ തുടർ കാര്യങ്ങളെ സംബന്ധിച്ച് അല്ല, അതല്ലല്ലോ ഞങ്ങളൊരാവശ്യം ഉന്നയിച്ചതല്ല, ഞങ്ങൾ രാഷ്ട്രീയമായ ഒരാവശ്യം മുന്നോട്ട് വെച്ചതല്ല. നേരത്തെ തന്നെ വിജിലൻസ് പരിശോധിച്ച റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നു ഇതിന്റെ തുടർ അന്വേഷണമാണ്. ഇത് അവസാനിപ്പിക്കപ്പെടാൻ കഴിയില്ല, ക്ലീൻ ചീറ്റ് കൊടുക്കാൻ കഴിയുന്ന ഒന്നല്ല, ഇതിന്റെ തുടർ അന്വേഷണം ആവശ്യമാണ്. അത് എന്തുകൊണ്ടാണ്? അദ്ദേഹം വിദേശത്ത് പോയി പണം പിരിച്ചിട്ടുണ്ട്, അതിന് അനുവാദം വാങ്ങിയിട്ടില്ല. സ്വകാര്യ സന്ദർശനമായിട്ടാണ് അദ്ദേഹം പോയിട്ട്. കേന്ദ്ര ഗവൺമെന്റ് അനുവാദം മേടിച്ചില്ല. നിങ്ങളെല്ലാവരും ഓർക്കുന്നുണ്ട്, മലയാളികൾ ഓർക്കുന്നുണ്ട്, 2018 ഇവിടുത്തെ മന്ത്രിമാർ വിദേശത്ത് പോയി ഈ ദുരന്തത്തിന് സഹായം അഭ്യർത്ഥിച്ചുകൊണ്ട് കേന്ദ്ര സർക്കാരിനോട് ചോദിച്ചപ്പോൾ നമ്മളെ അനുവദിച്ചതല്ല BJP ഗവൺമെന്റ്. മന്ത്രിമാർക്ക് പോകാൻ അനുവാദം കൊടുത്തതല്ല. വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള ചില സഹായം രാജ്യത്തെ മറ്റു പല സംസ്ഥാനങ്ങളിലും ദുരന്തമുണ്ടായപ്പോൾ സ്വീകരിച്ചിട്ടുണ്ട്, ഗുജറാത്തിൽ ഉൾപ്പെടെ സ്വീകരിച്ചിട്ടുണ്ട്. എന്നാൽ കേരളത്തിന് മറ്റു പല രാജ്യങ്ങളും സഹായവും ഹസ്തവുമായി മുമ്പോട്ട് വന്നപ്പോൾ അത് വിലക്കിയതാണ്. അന്ന് ഇവിടെ ദുരന്തത്തെ സഹായിക്കാൻ വന്ന ഹെലികോപ്റ്ററിന്റെ വാടക നമ്മളിൽ നിന്ന് ഈടാക്കിയ BJP ഗവൺമെന്റാണ്. നമ്മുടെ അരിയുടെ വില കേന്ദ്രം ഈടാക്കിയ BJP ഗവൺമെന്റാണ്. അപ്പൊ അത്രമാത്രം കേരളത്തെ ദ്രോഹിച്ചുകൊണ്ടിരുന്ന BJP ഗവൺമെന്റിന്റെ സ്വഭാവം അന്ന് നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്. അപ്പോൾ VD സതീശന് ആ സമയത്ത് കേന്ദ്ര ഗവൺമെന്റ് അനുവാദം കൊടുത്തിട്ടുണ്ടോ? അദ്ദേഹം ആദ്യം അവകാശപ്പെട്ടത് എനിക്ക് അനുവാദം ഉണ്ട് എന്നായിരുന്നു. അപ്പം ഇവിടെ ഞങ്ങൾ ഉൾപ്പെടെ അന്നത്തെ ഭരണപക്ഷം ഉൾപ്പെടെ VD സതീശന്റെ അനുവാദം ചൂണ്ടിക്കാണിക്കുക. ഈ വിവാദം എല്ലാം അവസാനിപ്പിക്കാമല്ലോ. അദ്ദേഹത്തിന് അനുവാദം കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിന്റെ വിവരം ഒന്ന് പുറത്തുവിട്ടാൽ മതിയല്ലോ. ഈ പ്രശ്നം അവസാനം എനിക്ക് കേന്ദ്ര സർക്കാർ അനുവാദം തന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ പോയത് എന്ന് പറഞ്ഞാൽ ഇതിന്റെ അടിത്തറ തീർന്നല്ലോ, ഈ ആരോപണത്തിന്റെ തീർന്നല്ലോ. അപ്പോൾ അനുവാദം ഉണ്ടായിരുന്നില്ല, സ്വകാര്യ സന്ദർശനമായിരുന്നു. സ്വകാര്യ സന്ദർശനത്തിൽ പോയി അവിടെ പണം പിരിച്ചിട്ടില്ല എന്ന് അദ്ദേഹം ആദ്യം പറഞ്ഞു. എന്നാൽ പണം പിരിച്ചതിന്റെ തെളിവുകൾ പുറത്തു വന്നു. തെളിവുകൾ പുറത്തു വന്നപ്പോൾ അദ്ദേഹം പറവൂർ നടത്തിയ പത്രസമ്മേളനത്തിൽ അത് അംഗീകരിച്ചു. നിയമസഭയ്ക്ക് മുമ്പാകെ ഈ വിഷയം ചർച്ച വന്നു കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ മറ്റു കാര്യത്തിനാണ് പോയത്, ക്ലൈമറ്റ് ചേഞ്ചിനെ സംബന്ധിച്ച് സംസാരിക്കാനാണ് പോയതെന്ന് അന്ന് അദ്ദേഹം നുണ പറയുന്നത് കേട്ടു. ഇന്ന് അദ്ദേഹം നുണ പറഞ്ഞു എന്ന് പറഞ്ഞാൽ മലയാളിക്ക് ആശ്ചര്യമില്ല. കാരണം അതൊരു തുടർക്കഥയായി മാറിയിരിക്കുകയാണ്. ഓരോ ദിവസവും എത്രണ്ണം പറഞ്ഞു എന്നതിനെ സംബന്ധിച്ച എണ്ണാണ് ഇപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. അന്നേ അദ്ദേഹം അത് നിയമസഭയ്ക്കകത്ത് നുണ പറഞ്ഞു. അപ്പോൾ രേഖാമൂലം പുറത്തു വെച്ചു. അപ്പം ഞങ്ങൾ പറഞ്ഞത് ഞങ്ങളുടെ ആവശ്യമല്ല, ഞങ്ങൾ ഉന്നയിച്ചതല്ല ഇന്ന കേന്ദ്ര ഏജൻസി വേണം എന്ന ഞങ്ങളുടെ രാഷ്ട്രീയപരമായ തീരുമാനമല്ല. ഇതുമായി ബന്ധപ്പെട്ട വിജിലൻസ് പരിശോധിച്ചിട്ട് പറഞ്ഞു ഇത് അവസാനിപ്പിക്കപ്പെടാൻ കഴിയുന്ന ഒന്നല്ല. സ്വാഭാവികമായും ഇത്തരം കാര്യങ്ങളുള്ളതുകൊണ്ട് അതിന്റെ തുടരന്വേഷണം വേണം, അതുകൊണ്ട് കേന്ദ്ര ഏജൻസികൾ വേണം എന്ന തീരുമാനമാണ് പറഞ്ഞത്. അത് നിയമപരമാണ്, അതായി മുമ്പോട്ട് പോകണമെന്നാണ് ഞങ്ങളുടെ അഭിപ്രായം.